الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مس الإنسان الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. وإذا مس الإنسان മനുഷ്യനെ ബാധിച്ചാൽ അൽദുറു ദുരിതം ദഅന അവൻ നമ്മളെ വിളിക്കും, നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കും. ലി ജംബിഹി അവൻ്റെ പാർശ്വത്തിന്മേലായിക്കൊണ്ട് അഥവാ കിടന്നുകൊണ്ട്, ഔ ഖായിദൻ അല്ലെങ്കിൽ ഇരിക്കുന്നവനായ നിലയിൽ, ഔ ഖായിമൻ അല്ലെങ്കിൽ നിൽക്കുന്നവനായി. ഫലമ്മ കശഫ്ന അൻഹു നാം അവനിൽ നിന്ന് ദൂരീകരിച്ചപ്പോൾ, അകറ്റിയപ്പോൾ, ളുറഹു അവനെ ബാധിച്ച ദുരിതം, മറ അവൻ നടക്കുന്നു, അല്ലം യദ്ഉന നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വണ്ണം, ഇലാ ളുറിൻ ഒരു ദുരിതത്തിലേക്ക്, മസഹു അവനെ ബാധിച്ച അവനെ സ്പർശിച്ച ഒരു ദുരിതത്തിൻ്റെ വിഷയത്തിൽ നമ്മളോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇല്ല എന്ന മട്ടത്തിലാണ് പിന്നീടുള്ള അവൻ്റെ ജീവിതം. കദാലിക അങ്ങനെ, സുയ്യിന ലിൽ മുസ്രിഫീന ധൂർത്തന്മാർക്ക് അല്ലെങ്കിൽ പാഴാക്കുന്നവർക്ക് നാം അലങ്കാരമാക്കി കൊടുക്കുന്നു, അഭികാമ്യമാക്കി കൊടുക്കുന്നു, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇതാ മസ്സന തൊടുക എന്നാണ്. മസ്സൽ ദുർറ് എന്ന് പറഞ്ഞാൽ ദുരിതം തൊടുക എന്നാണ്, അഥവാ ദുരിതം ബാധിക്കുക. ഇതാ മസ്സൽ ഇൻസാന മനുഷ്യനെ ബാധിച്ചാൽ അൽ ലുറ് എന്നൊക്കെ പറഞ്ഞ പ്രയാസം, ദുരിതം, കഷ്ടപ്പാട്. ദഅന ദുആ ചെയ്യുക, അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, നമ്മളെ ലി ജംബിഹി അവൻ്റെ പാർശ്വത്തിന്മേലായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കിടക്കുന്ന അവസ്ഥയിൽ, ഔ ഖായിദൻ ഇരുന്നു, ഔ ഖായിദൻ അല്ലെങ്കിൽ ഇരിക്കുന്നവനായ നിലയിൽ, ഔ ഖായിമൻ അല്ലെങ്കിൽ നിൽക്കുന്നവനായ നിലയിൽ, നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അവൻ നമ്മളോട് പ്രാർത്ഥിക്കും. ഫലമ്മ കശഫ്ന അൻഹു ദുർറഹു നാം അവനിൽ നിന്ന് ആ ദുരിതത്തെ നീക്കിക്കളഞ്ഞാൽ, കശഫ എന്ന് പറഞ്ഞാൽ വെളിവായി പ്രത്യക്ഷപ്പെട്ടു, അത് അൻ ചേർത്ത് പറയുമ്പോൾ നീക്കം ചെയ്തു എന്നാകും. ഫലമ്മ കശഫ്ന അൻഹു ദുർറഹു അവൻ്റെ ദുരിതത്തെ നമ്മൾ നീക്കം ചെയ്തപ്പോൾ അഥവാ ദൂരീകരിച്ചപ്പോൾ, മറ അവൻ നടന്നു, അല്ലം യദ്ഉന നമ്മളോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ, ഔ ഇലാ ളുറിൻ മസ്സഹു അവനെ ബാധിച്ച ഒരു ദുരിതത്തിൻ്റെ കാര്യത്തിൽ. കദാലിക സുയ്യിന അങ്ങനെ നാം അലങ്കാരമാക്കി കാണിക്കുന്നു, ലിൽ മുസ്രിഫീന മുസ്രിഫികൾക്ക് അതിര് വിടുക, പരിധി ലംഘിക്കുക, പാഴാക്കുക, ധൂർത്തടിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് അസ്റഫ. അതിനുണ്ടായ കർത്തൃനാമമാണ് മുസ്രിഫ്. അത് ബഹുവചനമാക്കുമ്പോൾ മുസ്രിഫീൻ. ലിൽ മുസ്രിഫീന മുസ്രിഫുകൾക്ക്, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഈ ആശയം ഖുർആനിൽ പല വാക്കുകളിലൂടെ അല്ലാഹു തആല നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ഈ സൂറയിൽ തന്നെ 21-ാമത്തെ ആയത്ത്, അടുത്ത പേജിലെ 1-ാമത്തെ ആയത്ത്, 21-ാമത്തെ സൂക്തം. വൈദാ അദഖ്നൻ നാസ നാം മനുഷ്യനെ രുചിപ്പിച്ചാൽ, ആസ്വദിപ്പിച്ചാൽ, റഹ്മത്തൻ ഒരു കാരുണ്യം, മീൻ ബഅദി ലറാ നേരത്തെ പറഞ്ഞ ളുറ് എന്നുള്ളതിനുണ്ടാക്കുന്ന ലറാ ദുരിതം, കഷ്ടപ്പാട്. ഒരു കഷ്ടപ്പാടുണ്ടായതിനു ശേഷം അവനെ നമ്മൾ അതിൽ നിന്ന് നീക്കി അനുഗ്രഹം ചൊരിഞ്ഞാൽ, മസ്സത്തുഹും അവനെ ബാധിച്ച കഷ്ടപ്പാട്,
ഇദാ ലഹും മക്റുൻ ഫി ആയാത്തിന, അപ്പോൾ നമ്മളുടെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ അവൻ കുതന്ത്രം പ്രയോഗിക്കുകയാണ്. ഖുലില്ലാഹു അസ്റഉ മക്റ, ഏറ്റവും വേഗത്തിൽ തന്ത്രം പ്രയോഗിക്കുന്നവൻ അള്ളാഹുവാണ്. ദുരിതം നീക്കി അനുഗ്രഹം ചൊരിഞ്ഞാൽ അവൻ നമുക്കെതിരെ തന്ത്രം പയറ്റുന്ന നിലപാട് സ്വീകരിക്കും. ഇതേ കാര്യം സൂറത്തു ഇസ്രായിൽ 83-ാമത്തെ ആയത്ത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിൻ്റെ തൊട്ട് മുമ്പത്തെ സൂറത്ത്, 17-ാമത്തെ സൂറത്ത്. അതിൽ 83-ാമത്തെ ആയത്തിൽ അത് പേജ് 290-ലാണ് വരിക. 290 വഇദാ അൻഅംനാ അലൽ ഇൻസാനി, നാം മനുഷ്യന് നിഅമത്ത് ചെയ്താൽ, അനുഗ്രഹം ചെയ്താൽ, അഅറള, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. വനആ ബിജാനിബിഹി, അത് അവൻ അകന്നു പോകുന്നു. വഇദാ മസ്സഹു ഷർറു, അവനൊരു ഷർറ്, നേരത്തെ പറഞ്ഞ ളുർറ്, ദുരിതം, കഷ്ടപ്പാട്, പ്രയാസം ബാധിച്ചാലോ, കാന യഊസ, അവൻ വളരെ നിരാശനായി മാറുന്നു. മനുഷ്യൻ്റെ ഒരു സമയം. ഇത് വേറെ സൂറത്തു ഫുസ്സിലത്തിൽ വന്നിട്ടുണ്ട്, സൂറത്തു സുമറിലൊക്കെ ഇത് വളരെ. വഇദാ ഖവ്വലഹു നിഅമത്തൻ മിന്നാ നസിയ മാ കാന യദഉ ഇലൈഹി മിൻ ഖബ്ലു വജഅല ലില്ലാഹി അൻദാദൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു സുമറിലും ഇക്കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യ സഹജമായ ദോഷമാണ് പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിയാൻ. അത് വിശ്വാസികളെ സംബന്ധിച്ചല്ല, വിശ്വാസികൾ എപ്പോഴും അള്ളാഹുവിലേക്ക് തിരിയേണ്ടവരും തിരിയുന്നവരുമാണ്. ഇതിന് ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രൊഫസർ ഹാനി ബാബു എന്ന് പറയുന്ന ഒരു ആൾ, മലയാളിയായ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, ജയിൽ മോചിതനായ, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദൈവത്തോട്, ഇസ്ലാമിനോട്, ദീനിനോട് ഒന്നും താല്പര്യമില്ലാത്ത ഒരു ചിന്താഗതിക്കാരനായിരുന്നു. 5 വർഷം അദ്ദേഹം ജയിലിലായിരുന്നു ഈ ഭീകരവിരുദ്ധ നിയമമൊക്കെ അനുസരിച്ചിട്ട്. ഇപ്പോൾ മോചിതനായി, ജാമ്യം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ദൈവമാണ് ആശ്വാസം നൽകിയത്. ദൈവം, അള്ളാഹുവാണ് എനിക്ക് ആ ജയിലിൽ ആശ്വാസമായിട്ടുണ്ടായി. ഞാൻ ദൈവത്തെ വിളിച്ചു. ദൈവം, അള്ളാഹു എന്ന ബോധം, ഇസ്ലാം എന്ന ഒരു ബോധം എനിക്ക് ജയിലിൽ നിന്നുണ്ടായി. എനിക്ക് ആരാധനാകർമ്മങ്ങളൊന്നും അറിയില്ലായിരുന്നു, ഒക്കെ ഞാൻ പഠിച്ചു. പിന്നെ ജയിലിൽ അത് അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്ന് ഞാൻ പഠിച്ചു. പക്ഷെ അതെന്തുകൊണ്ട്, ഒരു നന്മ അദ്ദേഹത്തിൽ ഉള്ളത് കൊണ്ട് അള്ളാഹു തആല നന്മയിലൂടെ വളർത്തുക. അദ്ദേഹം നാസ്തികനായ അദ്ദേഹം ആസ്തികനായി ജയിലിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ സാധാരണഗതിയിൽ ദൈവനിഷേധികളും മത നിരാസക്കാരുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ദുരിതവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ പടിയാകും. ഇങ്ങനെയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ജഅഫർ ബിനു ഇക്രിമത്ത് ബിനു അബീ ജഹൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ ഏറ്റവും ഉപദ്രവിച്ച വ്യക്തിയാണ്. എല്ലാ യുദ്ധങ്ങളിലും റസൂലിൻ്റെ എതിർപക്ഷത്ത് നിലകൊണ്ട വലിയ യോദ്ധാവാണ് അദ്ദേഹം. എല്ലാ യുദ്ധങ്ങളിലും റസൂലിൻ്റെ എതിരായി. അവസാനം ഖാലിദ് ബിൻ വലീദ് ഖന്തഖ് യുദ്ധത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു. ഇക്രിമ അന്നും സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് റസൂല് മക്കയെ കീഴടക്കുന്നതിന് വേണ്ടി 10,000-ത്തിലധികം വിശ്വാസികളുമായി വരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ നാട് വിട്ടു, കാണാൻ വയ്യായിട്ട്. എന്തിനു നമ്മൾ ഇതുവരെ അയാളോട് പൊരുതി നിന്നത്? അദ്ദേഹത്തിൻ്റെ വിജയം ഇല്ലാതാക്കാനാണ്. പക്ഷെ അദ്ദേഹം വിജിഗീഷുവായി മക്കയിലേക്ക് വരുന്നത് കാണാൻ വയ്യാതെ നാട് വിട്ട് ഒരു കപ്പലിൽ കയറി അന്യ നാട്ടിലേക്ക് പോവുക. കപ്പൽ നടുക്കടലിൽ വെച്ചിട്ട് ആടി ഒലയാൻ തുടങ്ങി, മുങ്ങുന്നുള്ള ഘട്ടത്തിലെത്തി. അപ്പം കപ്പിത്താൻ പറഞ്ഞു, അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, വേറെ ആരോട് വിളിച്ചിട്ടും കാര്യമില്ല. അവരതുവരെ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാർ കപ്പിത്താൻ അന്നത്തെ പായ്ക്കപ്പലാകുമല്ലോ. അള്ളാഹുവിനോട് മാത്രം വിളിച്ച് തേടിയ രക്ഷയുണ്ടാകും. അദ്ദേഹം അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടി, അള്ളാഹ് ഈ ദുരിതത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ, ഈ അപകടത്തിൽ നിന്ന് എന്നെ കരയിലേക്ക് എത്തിച്ചാൽ ഞാൻ എൻ്റെ കൈ മുഹമ്മദ് നബിൻ്റെ കയ്യിൽ കൊണ്ടേ വെക്കും. എന്നിട്ട് ഇങ്ങനെ കൈ വെക്കും. കാരണം
ഇപ്പം കപ്പിത്താൻ പറഞ്ഞ് ഞങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതെന്നല്ലേ മുഹമ്മദ് നബിയും പറഞ്ഞിരുന്നത്. അത് സഹിക്ക വയ്യാതെ പോകുന്ന അപ്പം നമ്മൾ ഇപ്പം ഇയാൾ അപ്പോൾ ഇങ്ങനെ കുടുങ്ങുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ വേണം എന്ന് അദ്ദേഹം പറയുകയും പറഞ്ഞതുപോലെ പാലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തെരഞ്ഞു വരുന്നുണ്ടായിരുന്ന ആ സമയത്ത് അദ്ദേഹം ഭാര്യയുടെ കൂടെ പോയി ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഏറ്റവും ഉത്തമമായ ഇസ്ലാമായി മാറി. ജാഫർ ഇക്രിമത്ത് അബൂജഹലിൻ്റെ മകൻ ഇക്രിമ റളിയല്ലാഹു. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ ശരിയായ വിധത്തിൽ അതിനെ വിനിയോഗിച്ചു. പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യന്മാർ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി പാലം കടക്കോളം മതി അല്ല, അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോഴൊക്കെ അല്പമൊക്കെ തമാശയിൽ നമുക്ക് പറയാൻ കഴിയും. ചില അപകടങ്ങളിലൊക്കെ പെടുമ്പോൾ എല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കും, ദൈവങ്ങളെ വിളിക്കുക എന്നൊക്കെ പറയും. ഒരു തമാശയിൽ പറയാറുണ്ട്, ലിഫ്റ്റിലകപ്പെട്ടു, ലിഫ്റ്റിൽ കുടുങ്ങി, ലിഫ്റ്റ് എവിടെയെങ്കിലും കറണ്ട് പോയാൽ കുടുങ്ങിയാൽ എന്താ സ്ഥിതി? ശ്വാസം പോലും ശരിക്കും കിട്ടില്ല. അപ്പോൾ ഒരു സഹോദരി പറയാണ്, പടച്ചോനെ ആയത്തുൽ കുർസിയൊക്കെ ഓർമ്മ വന്നത് അപ്പോഴല്ലേ, അതുവരെ ആയത്തുൽ കുർസിൻ്റെ ഗൗരവമൊന്നും ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ ഒരു കുടുക്കപ്പെട്ടപ്പോൾ ആയത്തുൽ കുർസിയും കൊല്ലും അല്ലാഹു അഹദും ദ്വാരക്കലും ദിക്റും ദുആഉം എന്താണ് രക്ഷപ്പെടണം. അല്ലെങ്കിൽ ലിഫ്റ്റ് ആരും കാണാതായി കുടുങ്ങിപ്പോയാൽ ശ്വാസം മുട്ടിയായി തളർന്ന് വീഴൂല്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കും, ക്ഷമിക്കണം, സഹിക്കണം. അള്ളാഹു അതും നമുക്ക് പ്രതിഫലത്തിന് കാരണം. നന്മയും ക്ഷേമവും ഐശ്വര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ മറക്കാനും പാടില്ല, നന്ദി കാണിക്കണം. ആ ഒരു പാഠം അള്ളാഹു തആല ഇത് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വഭാവം നമ്മൾ പറയില്ല, വൈദാ മസ്സഹു ഷർറു മനുഅൻ വൈദാ മസ്സഹുൽ ഷർറു ജസൂഅൻ അല്ലേ. ഷർറ് ബാധിച്ചാൽ അവൻ ആകെ പരിഭ്രാന്തനായി, ഖൈറ് ബാധിച്ചാലോ അത് എൻ്റെ കൈകൊണ്ടും എൻ്റെ സാമർഥ്യം കൊണ്ടും എനിക്ക് ഒറ്റയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കുന്ന ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായി, പ്രയാസം കഷ്ടപ്പാടൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. രോഗമാവാം, സാമ്പത്തിക പ്രതിസന്ധിയാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മൾ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ കാര്യം ബോധ്യമാകുമല്ലോ, മനസ്സിലാവും. വൈദാ മസ്സൽ ഇൻസാന ലുറ് പറഞ്ഞാൽ എന്താ? ദുരിതം, കഷ്ടപ്പാട് എന്നാണ്. പ്രയാസങ്ങൾ മനുഷ്യനെ ബാധിച്ചാൽ ചിലപ്പോൾ അത് ലറാ എന്നും പ്രയോഗിച്ചിട്ടുണ്ടാകും. ലുറ് ബാധിച്ചാൽ അവൻ നമ്മളോട് ദുആ ചെയ്യും. ലി ജംബിഹി അവൻ്റെ പാർശ്വത്തിന്മേൽ കിടന്നുകൊണ്ട്, അഥവാ കിടക്കുന്നവനായ നിലയിൽ, ഔ ഖായിദൻ അല്ലെങ്കിൽ ഇരിക്കുന്നവനായ നിലയിൽ, ഔ ഖായിമൻ നിൽക്കുന്നവനായ നിലയിൽ, പിന്നെ നിരന്തരമായി പ്രാർത്ഥിക്കും എന്നർത്ഥം. ഫലമ്മ കശഫ്ന അൻഹു ലുറഹു നാം അവൻ്റെ ദുരിതം നീക്കിക്കൊടുത്താൽ, മറ അവൻ നടന്നു പോകുന്നു, അല്ലെങ്കിൽ പിന്നീട് അവൻ നടക്കുന്നു. അല്ലം യദ്ഉന ഇലാ ലുറി മസ അവനെ ഒരു ലുറ് ബാധിച്ചിട്ട് നമ്മളോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വണ്ണം, അവൻ്റെ സാമർഥ്യം കഴിവുകൊണ്ട് സുഖമായി പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. നമ്മളോട് അവനൊന്നും പറഞ്ഞിട്ടില്ലാത്ത വണ്ണം, അഥവാ നമ്മളെ ഓർക്കാത്ത വണ്ണം, അള്ളാഹുവിനെ ഓർക്കാത്ത വണ്ണം അവൻ ജീവിക്കുന്നു. കദാലിക അങ്ങനെ സുയീനലിൽ മുസ്രിഫീന മുസ്രിഫുകൾക്ക്, ധൂർത്തന്മാർക്ക്, അതിൽ കടക്കുന്നവർക്ക്, കാര്യങ്ങൾ പാഴാക്കുന്നവർക്ക് നാം അലങ്കാരമാക്കി കൊടുക്കുന്നു. മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സറായിലും ലറായിലും അവനെ ഓർത്ത് അവൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.